ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ കുറെ ലെറ്റേഴ്സ് കാണും, മലയാളം അക്ഷരങ്ങൾ കാണും, അത് വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് പറയാൻ പോകുന്ന ആൾ കൈ വെക്കുക, പറയുക, അല്ലെങ്കിൽ ഫസ്റ്റ് പറയുക. ഓക്കെ, പറയുക, കൈ ഒന്നും പൊക്കണ്ട. ഓക്കെ, റെഡി. ഇതാണ് ലെറ്റേഴ്സ്. ഓക്കെ, നരേന്ദ്രമോദി. യെസ്, ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആണ്. ഇതിനു മുമ്പ് കണ്ടുപിടിച്ചോ? ഓക്കെ, ഒന്നാമത്തെ കറക്റ്റ് ആണ്. അങ്ങനൊന്നും പറയില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, റെഡി ആണല്ലോ? ഒന്നാമത്തെ കറക്റ്റ് ആണ്. ദാ പറയുന്നതിന് മുമ്പ് ചിച്ചി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നരേന്ദ്രമോദിയാണ്, അത് കറക്റ്റ് ആണ്. ചിച്ചിക്ക് ഒരു പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തേലേക്ക് കടക്കാണ്. ഇതാണ് രണ്ടാമത്തത്, മോഹിനിയാട്ടം. മോഹിനിയാട്ടം കറക്റ്റ് ആണ്. ഇതൊക്കെ പെട്ടെന്നാണല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ പോയിന്റ്. ഇതെന്താ മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ ഐക്യം എന്തുവാ? അർത്ഥവത്ത എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ നിങ്ങൾ ഇച്ചിരി കുഴയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ ഓക്കെ, പാൽ പായസം കറക്റ്റ് ആണ്. അപ്പൊ ചിച്ചിക്ക് 2 പോയിന്റ്, ഷംനാക്ക് 1 പോയിന്റ്. അപ്പൊ അടുത്തതിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പറയുക. പൂവൻകോഴി. ഓക്കെ, കറക്റ്റ് ആണ്. സിമ്പിളും ഇച്ചിരി ഹമ്പിളും ഒക്കെ വേണ്ടേ? ഇത് ടഫായിരിക്കും, ഉറപ്പായിട്ട് ഇത് ടഫായിരിക്കും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ശിക്കാരി ശംഭു അല്ലേ? ശിക്കാരി ശംഭു. ഇത് കണ്ടണൊക്കെ ശിക്കാരി ശംഭു ആയിട്ടാ തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ച് ടഫായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. സംസാര ശേഷിയോ എന്തുവാ പറ? ശരിയോ? നല്ലോണം വായിച്ചു നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ടെഫിലേക്ക് നമ്മൾ എത്തിയേ. എല്ലാം ഈസിയാണ്, വളരെ എളുപ്പമായി പോയി. പറയൂ ഗായ്സ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം. ഏത് വേർഡാണ് ഇതെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യണം. യെസ്, റൈറ്റ് ആണ്. നിങ്ങൾ ഡൗട്ടോടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സ്ട്രോങ്ങോടെ വേണം പറയാൻ, അല്ലാതല്ല പറയേണ്ടത്. പറയുന്നതിനകത്ത് ഒരു സ്ട്രോങ് ഉണ്ട്. ഒരു സംശയത്തോടെ അങ്ങനെ പറയുമ്പോ അങ്ങനെ. അപ്പൊ ഇപ്പൊ 2 പേർക്ക് ഈക്വൽ ആയിട്ടുണ്ട് പോയിന്റ്. ഓക്കെ, ഞാൻ വളരെ കഷ്ട കണ്ടുപിടിച്ചോണ്ട് വന്നതാണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ വളരെ സിമ്പിളാന്നുള്ള രീതിയിൽ നിങ്ങള് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഇല്ല, ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് കടക്കുകയാണ്. അടുത്തത് വളരെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പെട്ടെന്നാവട്ടെ എല്ലാ അക്ഷരവും നോക്കുക. വായടച്ചു വെക്കാറ്, പിന്നെ സംസാരിക്കണ്ടേ എനിക്ക്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരാണോ ആദ്യം പറയുന്നത് അവർക്ക് 1 പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആരായിരിക്കും ആ ഭാഗ്യവാൻ? വരിക സഹചര്യ വരുവിൻ സമയമായി. അതൊന്നും ഞാൻ അതിന്റെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കിട്ടും. ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ഇത് ഏത് വേർഡാണെന്നുള്ളത്. ആമിനയുടെയും ഷംനയുടെയും മുഖത്തിലെ ആ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഏത് വേർഡാകാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിപരമായ രീതിയിൽ അതൊന്ന് ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തും. ഏകദേശം നിങ്ങൾ ഉത്തരത്തിന്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. മറ്റേ ചൂടും തണുപ്പും പറയുന്ന കണക്ക് പിന്നെ വെച്ച് കളിക്കും. അതെനക്ക് അടുത്താണ്. അതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രമിക്കുക. കടും പായസം. യെസ്, റൈറ്റ് ആൻസർ, കടും പായസം. ഇച്ചിരി കട്ടിയുള്ള പായസം അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലാതെ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ തന്നെ പറഞ്ഞത് പായസ കടും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കേൾക്കാനും ഇമ്പമുള്ള ഒരു പേടല്ലേ കടും പായസം. കടും പായസത്തിന്റെ കളറാണ് കടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പം ചിച്ചിക്ക് ഇപ്പൊ എത്ര പോയിന്റ്? 3 പോയിന്റ്. ഷംനാക്ക് 2 പോയിന്റ്. അല്ല, 2 പോയിന്റ്. അപ്പൊ അടുത്തയിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ നോക്കുക. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഏതാണ് ഇത്? പറ ഇതേതാണ് പറ. സന്ധ്യാസമയം. ഷംന വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു. ഈക്വലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ റെഡിയാണോ? പ്രൈസ് ഉണ്ടോ? പ്രൈസ് ഇല്ല. പിന്നെന്തിനാ ഈ കളി കളിക്കുന്നത്?
പ്രൈസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കളി കിടന്ന് കളിക്കുന്നത്? പ്രൈസ് ഒക്കെ നമ്മൾ വരും, നമ്മൾ കുറേ നാളായില്ലേ ചാലഞ്ച് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പ്രൈസിലേക്കൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് വലിയ വലിയ പ്രൈസുകൾ നിങ്ങളെ ഇനി കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേണ്ട, ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാ. നിലവാരത്തിനൊത്തൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പറയും. ഇതിലേതാണ്? ഇതാണ്. അങ്ങനെ ചിച്ചി സ്കോർ ചെയ്തിരിക്കുകയാണ്. ചിച്ചിക്ക് 5 പോയിന്റ്. കറക്റ്റാ, ക്രിക്കറ്റ് കളി 5 പോയിന്റ്, ഷംനാക്ക് 4 പോയിന്റ്. ഓക്കെ, സോറി, പോയിട്ട് ഇപ്പൊ കൂടിയാലേ 3ഉം 4ഉം. ഓക്കെ, അപ്പം 3ഉം 4ഉം ആയിരിക്കും. ഇനി അടുത്തയിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, യു ആർ റെഡി ഫോർ ദാറ്റ്? ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? നിങ്ങൾ നല്ല വിശദമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നു. ആമിന കറക്കി കുത്തിയാന്ന് തോന്നട്ടോ. പടവലങ്ങ കറക്റ്റ് ഉത്തരമാണ്. അപ്പം ആമിനയ്ക്ക് 4 പോയിന്റ്, 5 പോയിന്റ്. നമുക്ക് ഇവിടെ സ്കോർ ബോർഡ് വെക്കണം, അത്യാവശ്യമാണ്. സ്കോർ ബോർഡ് വെച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പം 5ഉം 3ഉം ആണ്. അപ്പം അടുത്ത ലാസ്റ്റ് ചോദ്യം, ഇതിലാരാണ് ജയിക്കുന്നത്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി ആമിന ജയിച്ചിരിക്കുകയാണ്. ആമിനയ്ക്ക് കൺഗ്രാജുലേഷൻ, അത് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ചോദിക്കരുത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. റെഡിയാണല്ലോ അല്ലേ? അവസാനത്തെ ചോദ്യം, ഇത് വളരെ എളുപ്പമായ ചോദ്യം. നെഞ്ചിടിക്കുന്നുണ്ടോ? നെഞ്ചിടിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. അവസാനത്തെ ചോദ്യം, ഇതിന്റെ ഉത്തരം പറയൂ. വളരെ എളുപ്പമാണ്. ഏതാണ്? ഏതൊക്കെ ഒന്ന് ഉറപ്പിക്കൂ, പെട്ടെന്ന് ഉറപ്പിക്കൂ. ഉറപ്പിക്കുന്നു. ഇതേതാണ് സ്ഥലം? ഇതേതാണ് സ്ഥലം? പറയൂ. ഇതേതാണ് സ്ഥലം? പറയൂ. നിങ്ങൾ ഇത്ര ആലോചിക്കാൻ എന്തോ? നിങ്ങൾ നേരത്തേക്ക് ഇത് നല്ലോണം ആലോചിച്ചു. നിങ്ങൾ പറയൂ. വാ തുറന്ന് പറയൂ. പത്തനംതിട്ട റൈറ്റ് ആൻസർ ആണ്. പത്തനംതിട്ട. ഫസ്റ്റ് ഗൈസ്, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ സ്റ്റോറേജ് ഫുള്ളായി പോയി. അതുകൊണ്ട് ആമിന പറഞ്ഞ പത്തനംതിട്ട ആദ്യമേ കിട്ടിയില്ല. ആമിന കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നു. സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ പഴയ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം പത്തനംതിട്ട. അപ്പോൾ ഞാൻ ഇത് ചിച്ചിക്ക് കൊടുക്കുകയാണ് ഇതിന്റെ പ്രൈസ്. വേറെ ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആരാ വിജയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. 6 പോയിന്റുമായി അല്ലേ? 6 പോയിന്റുമായി ഈ വലിയ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മുടെ ആമിന ആണ്. നമ്മുടെ ഈ വലിയ മത്സരത്തിൽ ഈ ഒരുപാട് പേരുകളെ, ഒരുപാട് ആൾക്കാരെ മാറ്റി നിർത്തി ആകെ 2 പേരേ ഉള്ളൂ. ആ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരി ഷംനയാണ്. അപ്പോൾ 2 പേരെ അങ്ങോട്ട് നിങ്ങൾ ഈ ചാലഞ്ചിൽ സഹകരിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വരെ ബൈ.